ഗായ്സ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ പേരാണ് ഉഷ്ട്രാസനം. ഉഷ്ട്രാസനം പറഞ്ഞാൽ എന്താ? ക്യാമൽ, ഒട്ടകം. അതാണ് നമുക്ക് ശരീരത്തിന്റെ ഭംഗി കൂട്ടാനായിട്ട് ഉഷ്ട്രാസനം വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ നെഞ്ച് ഓപ്പൺ ആകും. അപ്പോൾ ബ്രീത്തിങ് നമുക്ക് നല്ല രീതിക്ക് വരും. മാക്സിമം നമ്മൾ ഈ പോസിൽ നിൽക്കുമ്പോൾ 5 to 10 സെക്കൻഡ് ബ്രീത്തിങ് ഹോൾഡിങ്ങിലാണ് ഈ ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ. ഇത് ചെയ്യാൻ പാടാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ട് വേദനയുള്ള ആൾക്കാർക്ക്, അതുപോലെ BP, മൈഗ്രെയിൻ എന്നീ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ DM ൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമുക്ക് സെറ്റാക്കാം. നമുക്ക് ഗായ്സ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ പേരാണ് ഉഷ്ട്രാസനം. ഉഷ്ട്രാസനം പറഞ്ഞാൽ എന്താ? ക്യാമൽ, ഒട്ടകം. അതാണ് നമുക്ക് ശരീരത്തിന്റെ ഭംഗി കൂട്ടാനായിട്ട് ഉഷ്ട്രാസനം വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ നെഞ്ച് ഓപ്പൺ ആകും. അപ്പൊ ബ്രീത്തിങ് നമുക്ക് നല്ല രീതിക്ക് വരും. മാക്സിമം നമ്മൾ ഈ പോസിൽ നിൽക്കുമ്പോൾ 5 to 10 സെക്കൻഡ് ബ്രീത്തിങ് ഹോൾഡിങ്ങിലാണ് ഈ ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ. ഇത് ചെയ്യാൻ പാടാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ട് വേദനയുള്ള ആൾക്കാർക്ക്, അതുപോലെ BP, മൈഗ്രെയിൻ എന്നീ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ DM ൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. സെറ്റാക്കാം നമുക്ക്.